ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ക്രിസ്തു സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ ഈ സായാഹ്ന സന്ധ്യാസമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും സ്വർഗം നൽകിയ ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 8 വാക്യമാണ്. എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. അങ്ങനെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ നാം കാണുന്നത്. ഈ വചനം ഒരു വാഗ്ദാനം മാത്രമല്ല, വിശ്വാസിയുടെ ജീവിതത്തിന് അടിത്തറയാണ് ഈ തിരുവചനം. നാം ഇന്ന് ആയിരിക്കുന്ന ഈ ലോകത്തിൽ ഓരോ ദിവസവും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ ചിന്തകൾ മാറുന്നു, സമ്പത്തുകൾ ഒരുപക്ഷെ നഷ്ടപ്പെടാം, ആരോഗ്യം ക്ഷയിക്കാം, ബന്ധങ്ങൾ പോലും ചിലപ്പോൾ തകർന്നു എന്ന് വരാം. എന്നാൽ മാറാത്ത ഒരുവനുണ്ട്, നമ്മുടെ ദൈവം. അവിടുത്തെ നീതി അത് ശാശ്വതമായ ഒരു നീതിയാണ്. അവിടുത്തെ രക്ഷ ഒരിക്കലും അവസാനിക്കുന്നതല്ല. പ്രിയ ദൈവമക്കളെ, ലോകത്തിൻ്റെ നീതി പലപ്പോഴും അപൂർണമാണ്. നിരപരാധികൾ ഒരുപക്ഷെ വേദനിക്കുന്നു, സത്യസന്ധർ അവഗണിക്കപ്പെടുന്നു, ദുഷ്ടർ ചിലപ്പോൾ വിജയിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യഹൃദയം ഒരുപക്ഷെ തളർന്നു പോകാം. എന്നാൽ ദൈവം പറയുന്നു, എൻ്റെ നീതി ശാശ്വതമാണ്. ദൈവം എല്ലാം കാണുന്നുണ്ട്, ഓരോ കണ്ണീരും അവിടുന്ന് അറിയുന്നുണ്ട്, ഓരോ പ്രാർത്ഥനയും അവിടുത്തെ സന്നിധിയിൽ എത്തുന്നുമുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പോലും അവിടുത്തെ ജ്ഞാനത്തിൽ വളരെ വ്യക്തമാണ്. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ 2ാമത്തെ ഭാഗം അതീവ പ്രത്യാശ നൽകുന്ന ഒരു തിരുവചന ഭാഗമാണ്. എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. ഇതൊരു വ്യക്തിക്ക് മാത്രമുള്ള ഒരു വാഗ്ദാനമല്ല, ഇത് വിശ്വാസത്തിൽ ജീവിക്കുന്ന ഓരോ തലമുറയ്ക്കുമുള്ള ഒരു അനുഗ്രഹമാണ്. മാതാപിതാക്കൾ മക്കൾക്കായി ചെയ്യുന്ന പ്രാർത്ഥനകൾ അതൊരിക്കലും പാഴായി പോവുകയില്ല, അതൊരിക്കലും വെറുതെയാകുന്നില്ല. വിശ്വാസത്തിൽ വളരുന്ന കുടുംബങ്ങളെ ദൈവം ഒരിക്കലും മറക്കുന്നില്ല. ഒരു തലമുറയുടെ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് അതൊരു വലിയ വെളിച്ചമാണ്. പ്രിയരെ, യേശുക്രിസ്തുവാണ് ഈ നിത്യരക്ഷയുടെ പൂർണ്ണത. കുരിശിലൂടെ അവിടുന്ന് ലോകത്തിന് രക്ഷ നൽകി, ഉയർപ്പിലൂടെ മരണത്തെ ജയിച്ചു. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലല്ല, ജീവിക്കുന്ന കർത്താവിലാണ് നമുക്ക് പ്രത്യാശയുള്ളത്. ഇന്ന് പലരും ഭാവിയെക്കുറിച്ച് വളരെയധികം ഭയപ്പെടുന്നു. എൻ്റെ കുടുംബത്തിന് എന്താകും സ്ഥിതി, നാളെ എന്താകും, എൻ്റെ മക്കൾക്ക് എന്താകും, എൻ്റെ ജോലിക്ക് എന്താകും, എൻ്റെ ആരോഗ്യം എന്തായിത്തീരും? ഈ ചോദ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ മറുപടി ഇതാണ്: എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച ജീവിതം ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുകയില്ല. പ്രിയ ദൈവമക്കളെ, ഈ സായാഹ്നത്തിൽ നമുക്കൊരു ആത്മപരിശോധന നടത്താം. ഞാൻ മനുഷ്യരിലാണോ കൂടുതൽ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിലാണോ? എൻ്റെ വിശ്വാസം സാഹചര്യങ്ങളെ ആശ്രയിച്ചാണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണോ ഞാൻ ആശ്രയിക്കുന്നത്? ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നത് സ്ഥിരതയുള്ള ഒരു വിശ്വാസത്തിലേക്കാണ്. വിശുദ്ധന്മാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. അവർ വളരെയധികം കഷ്ടതകൾ കണ്ടു, പീഡനങ്ങൾ അനുഭവിച്ചു. എന്നിട്ടും അവർ ദൈവത്തിൻ്റെ രക്ഷയിൽ പ്രത്യാശ വെച്ചു. അതുകൊണ്ടാണ് അവർ വിശുദ്ധരായി തീർന്നത്. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, നിന്റെ നിത്യനീതിക്കും അനന്തരക്ഷയ്ക്കും ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു.
ഭയപ്പെടുന്ന ഹൃദയങ്ങൾക്ക് തമ്പുരാനെ അവിടുന്ന് ധൈര്യം നൽകണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് പുതുവഴികളെ തുറന്നു നൽകണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയ്ക്കണമേ. മാതാപിതാക്കളെയും മക്കളെയും നിന്റെ കൃപയിൽ കാത്ത് സംരക്ഷിക്കപ്പെടുമാറാകണമേ. വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവരെ വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ രക്ഷയുടെ സാക്ഷികളായി തീരുവാൻ അവിടുന്ന് കൃപ നൽകണമേ. പരിശുദ്ധ കന്യക മറിയത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാലും എല്ലാ വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും കാവലും കോട്ടയും പ്രാർത്ഥനകളും ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എന്നും മുഴങ്ങട്ടെ. എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. ലോകം മാറിയാലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അതൊരിക്കലും മാറുന്നില്ല. മനുഷ്യർ കൈവിട്ടാലും ദൈവം കൈവിടുന്നില്ല. അവിടുത്തെ നീതി അത് നിത്യനീതിയാണ്. അവിടുത്തെ രക്ഷ അത് അനന്തമാണ്. ഈ വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് നടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.